ചരിത്രം കുറിച്ചാണ് സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ നിന്ന് ഇത്തവണയും വെളുത്ത പുക ഉയർന്നത്. റോബർട്ട് ഫ്രാൻസിസ് പ്രൊവസ്റ്റോ വടക്കേ അമേരിക്കക്കാരനായ ആദ്യ പോപ്പായി. വിട പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ തെക്കേ അമേരിക്കയിൽ നിന്ന് പോപ്പായ ആദ്യത്തെ ആളായിരുന്നു. ലോകത്തിലെ വൻ രാഷ്ട്രീയ അധികാരശക്തിയായ അമേരിക്കയിൽ നിന്ന് പാപ്പ ഉചിതമല്ലെന്ന സഭയുടെ അലിഖിത നിലപാടാണ് തിരുത്തപ്പെട്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമികളുടെ സാധ്യതാ പട്ടികയിൽ കർദിനാൾ പ്രൊവോസ്റ്റിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നില്ല. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ഏറ്റവും അടുപ്പമുള്ള കർദിനാളായിരുന്നു അദ്ദേഹം. തനിക്കുശേഷം സഭയെ നയിക്കാൻ പ്രാപ്തനായ വ്യക്തിയായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രൊവോസ്റ്റിനെ കണ്ടിരുന്നതായി വത്തിക്കാൻ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. പെറുവാണ് റോബർട്ട് പ്രൊവോസ്റ്റിന്റെ പ്രവർത്തന കേന്ദ്രം. 2015 മുതൽ 2023 വരെ പെറുവിലെ ചിക്ലായോ ബിഷപ്പായിരുന്നു. പെറുവിലും അദ്ദേഹത്തിന് പൗരത്വമുണ്ട്. ഫ്രാൻസിസ് പാപ്പയുടെയും ലിയോ 13ന്റെയും പാത പിന്തുടരുന്ന പാപ്പ എന്ന നിലയിൽ സഭയുടെ ഉത്തരാധുനിക മുഖം എന്ന രീതിയിൽ വേണമെങ്കിൽ ലൂയി 14നെ വിശേഷിപ്പിക്കാം. സഭ ഉയർത്തിപ്പിടിക്കുന്ന സമാധാനത്തിന്റെയും മാനവികതയുടെയും ഒക്കെ പ്രതീകമാകാൻ ഈ പാപ്പയ്ക്ക് സാധ്യമാകുമെന്നതിൽ സംശയവുമില്ല.